back to my YouTube channel. അപ്പോൾ ഇന്ന് വിഷു ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി വിഷു ടു എവ്രി വൺ. ഞാനൊരു സാരിയൊക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ മമ്മി അച്ഛനൊക്കെ വന്നു. സോ മമ്മിയാണ് സാരി ഒപ്പിച്ചു തന്നത്. ഞാൻ കുളിച്ചു റെഡിയായി, മുഖത്ത് ഒന്നും ചെയ്തിട്ടില്ല. ലിപ്സ്റ്റിക്ക് ഇച്ചിരി ഇട്ടിട്ടുണ്ട്, പിരികം എഴുതിയിട്ടുണ്ട്. എനിക്ക് പക്ഷെ കുറച്ചൊരു മേക്കപ്പ് ഒക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഫസ്റ്റ് തിങ് നമുക്ക് പോയി സദ്യ കഴിക്കാം, എന്നിട്ട് ബാക്കിയുള്ള പരിപാടികളും. സോ ലെറ്റ്സ് ഗോ. നമ്മുടെ സദ്യക്കുള്ള വാഴലൊക്കെ വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാ മമ്മി സ്പെഷ്യൽ പറയൂ? പച്ചടി, ബീട്രൂട്ട് അല്ലേ? ദിസ് ഇസ് സാമ്പാർ, ദിസ് ഇസ് അവിയൽ, പിന്നെ ഇതെന്ന മോരാണോ? പിന്നെ പാലട ഉണ്ട്, നമ്മുടെ സ്പെഷ്യൽ പാലട. പിന്നെ നമ്മുടെ പഴം, പുളിയിഞ്ചി. ഇത് എന്താ എല്ലാത്തിനും പേര് മറന്നില്ല. ഇത് ചിപ്സ്, ശർക്കര വരട്ടി. നമ്മുടെ ഒരു സിമ്പിൾ ആൻഡ് ഹംബിൾ ആണ്. അതെന്താണ്? ക്യാബേജാ. Cabbage. Pineapple pachadi. Sorry, cabbage. Happy Vishu, guys. Happy Vishu. Happy Vishu. Happy Vishu. ഈ പപ്പടം വന്നു, പിന്നെ അത്രയൊക്കെ തന്നെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഇരുന്ന് കഴിക്കാം. വെരി ഹോട്ട്. സാരിയും കൂടി ഇട്ടുണ്ട്. എടെ ഹായ് ഹായ് Hi, guys. ഹായ് ടിപ്സി. ഗൈസ് പാലട സൂപ്പർ. Let's have palada. Super palada. Hi everyone. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി സദ്യ കഴിച്ചു. ഐ തിങ്ക് മൈ വോയിസ് ഇസ് ഗോൺ. എനിക്ക് ചെറിയൊരു കോൾഡ് ഉണ്ട്. അത് മാത്രമല്ല ഒടുക്ക ചൂട്. കാര്യം സദ്യ കഴിക്കുന്ന സമയത്ത് ഞാൻ വേർത്ത് കുളിച്ചു. സോ എനിക്ക് ചെറുതായിട്ടൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യണമെന്നുണ്ട്. ബിക്കോസ് ഐ വോണ്ട് ടു ടേക്ക് സം വീഡിയോസ് ആൻഡ് ഓൾ. ഐ എം സോ സോറി. ഐ തിങ്ക് ഐ എം ലൂസിങ് മൈ വോയിസ്. അപ്പോൾ ഐ തോട്ട് ചെറിയതായിട്ട്, കാരണം ഭയങ്കര ചൂടാണ്, അധികമൊക്കെ ഇട്ടാലും ഞാൻ വേർത്ത് കുളിക്കും. സോ ഐ തോട്ട് ഐ ജസ്റ്റ് ഡു സംതിങ് എ ലിറ്റിൽ ബിറ്റ്. നിങ്ങളോട് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ചെയ്യാൻ വിചാരിച്ചു. മുടിയൊക്കെ ഇട്ട് വെച്ചിട്ട് കാരണം അത്ര ചൂടാണ്. അപ്പോൾ ഗൈസ്, ഞാൻ എനിക്കുള്ള സാധനങ്ങളൊക്കെ ഈ മെഡിസോന്ന് വെച്ച സാധനത്തിൻ്റെ ഇട്ട് വെച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി കൺവീനിയൻറ്റ്. ഫസ്റ്റ് തിങ് ഐ എം ഗോണ ഡു ഇസ് പ്രൈമർ. സോ റോഹിൻ എന്നോടേക്കും എന്താ പെയിൻ്റ് അടിക്കാൻ കൂടിയാണോ പ്രൈമറിനൊക്കെ? സോ ഇറ്റ്സ് ബേസിക്കലി ലൈക്ക് ദാറ്റ്. നമ്മൾ വീടിൻ്റെ പെയിൻ്റ് അടിക്കുമ്പോൾ പ്രൈമർ യൂസ് ചെയ്യണ പോലെ ഫേസ് ഇടും. ഒരു നല്ല ബേസ് കിട്ടാൻ വേണ്ടി നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇതൊരു ജെൽ ടൈപ്പാണ്. സോ ഇറ്റ്സ് വെരി ട്രാൻസ്പെറൻറ്റ്. ഇതിൻ്റെ പൊക്കത്ത് നമുക്ക് മേക്കപ്പ് ഇട്ടാൽ മേക്കപ്പ് ലാസ്റ്റ് ബിറ്റ് ലോങ്. അതുമാത്രമല്ല നമ്മുടെ പോസൊക്കെ കവർ ചെയ്യും. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്ക് മേക്കപ്പ് ഇടാം. ജസ്റ്റ് ലൈക്ക് എ പ്രൈമർ. ദ നെക്സ്റ്റ് വൺ ഇസ് എ കളർ കറക്റ്റർ. ഇത് നൈക്കയുടെ ഒരു കളർ കറക്റ്ററാണ്. ഇത് 3-in-1 പോലത്തെ സംഭവമാണ്. ഇത് നമുക്ക് ലൈക്ക് ഇപ്പോൾ ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യാം. സോ ഇതൊരു ഡാർക്ക് ഷെയ്ഡാണ്. ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. എപ്പോഴും ഓറഞ്ച് ഷെയ്ഡാണ്. ഇറ്റ്സ് ലൈക്ക് ക്യാൻസൽസ് ഔട്ട്. സോ നമ്മുടെ അണ്ടർ ഐസിലൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്കിതിന് വിസിബിലിറ്റി കൊടുക്കാം. അതൊക്കെയല്ലേ അണ്ടർ ഐസ്. ഐസായി ഗൈസ്. സോ ഇത് നമ്മൾ ഫൗണ്ടേഷന് മുന്നേ എടുത്തത്. ഞാൻ നേരത്തെ ഹൈലൈറ്റർ ആയിരുന്നു യൂസ് ചെയ്യണത്. I mean highlighter അല്ല guys, concealer. I literally forgot. Concealer ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതാ ഞാൻ പറഞ്ഞ മേക്കപ്പ് ചെയ്യാതെ മേക്കപ്പ് എന്താണെന്നുള്ളത് മറന്നു. ഹൈലൈറ്റർ അല്ല, കൺസീലർ ആയിരുന്നു ഞാൻ യൂസ് ചെയ്യുന്നത്. എന്നെക്കാളും ഒരു ലൈറ്റ് ഷെയ്ഡ് കൺസീലർ. പക്ഷെ ഇപ്പം ഞാൻ കളർ കറക്റ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇട്ടിട്ട് ഇതിൻ്റെ പക്കം നമ്മൾ മേക്കപ്പ് ഇട്ടാൽ മതി, ഫൗണ്ടേഷൻ ഇട്ടാൽ മതി. ഇതിന് പിന്നെ നമുക്കിപ്പോൾ ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് വേണമെങ്കിൽ കോൺടോർ സ്റ്റിക്ക് ആയിട്ടും യൂസ് ചെയ്യും. നമ്മൾ കോൺടോർ കഴിഞ്ഞു. അപ്പം നൈക്കയുടെ തന്നെ ഒരു ഫൗണ്ടേഷൻ ആയിരിക്കും. ഇത് രണ്ടും ഞാൻ കല്യാണ സമയത്ത് മേടിച്ചതാണ്. ബിക്കോസ് എൻ്റെ വെഡ്ഡിങ് ഈവൻ്റെ മേക്കപ്പ് ഞാൻ തന്നെ ചെയ്തത്. അതിന് വേണ്ടി മേടിച്ചതാണ്. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് കണ്ടല്ലോ
എനിക്കറിയാമല്ലോ, അധികം യൂസ് ഒന്നും വന്നിട്ടില്ല. ഹേസൽനട്ട് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഇതൊരു ഓൾ ഡേ മാറ്റ് ഫൗണ്ടേഷൻ ആണ്. ഐ തിങ്ക് നമുക്ക് എവറി ഡേ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് നോർമൽ കോമ്പിനേഷൻസ് ഇങ്ങനെ സ്കിന്നിന് പറ്റുന്ന. ഓ മൈ ഗോഡ്, വാട്ട് ഹാപ്പൻഡ് ഹിയർ? സോ ലെറ്റ്സ് ടേക്ക് എ ലിറ്റിൽ. ഞാൻ ഒരു വാം ഷെയ്ഡാണ്, ലൈക്ക് അണ്ടർടോൺ ഇസ് വാം ആണ്. സോ എൻ്റെ ഫൗണ്ടേഷൻ ആസ് യു കെൻ സീ അതിലൊരു യെല്ലോയിഷ് ടിൻറ്റ് ഉണ്ട്. ഐ തിങ്ക് ദാറ്റ് സൂട്ട്സ് മീ മോർ. ഞാൻ കൈ വെച്ചാട്ടോ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാറ്. നേരത്തെ ഐ യൂസ് ടു യൂസ് എ ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിക്കുമായിരുന്നു. പക്ഷെ കൈ വെച്ച് ഉപയോഗിക്കുന്നതിൻ്റെ അത്രയും ഒരു ഫിനിഷിങ് എനിക്ക് കിട്ടാത്ത പോലെ പലപ്പോഴും ഐ ഫെൽറ്റ് ഓഫ് നെറ്റിൽ കൂടിപ്പോയി ഗൈസ്. കുഴപ്പമില്ല, നമ്മളിത് മൊത്തം അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ എല്ലാം റെഡിയാവും. ഐ എം സോ വിയേർഡ്. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കുന്നത് അച്ഛൻ ഫോണിൽ വീഡിയോസ് കാണിയാകുമ്പോഴത്തെ. അച്ഛന് പണ്ടൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. സോ ഹി ഹാസ് സ്ലൈറ്റ് പ്രോബ്ലം വിത്ത് ഹിയറിംഗ്. ഐ നോ മൈ പോർ ഡാഡ്. പക്ഷേ ലൈക്ക് ഇതൊന്നും അച്ഛനൊരു പ്രശ്നമായിട്ട് എടുത്തിട്ടില്ല. ഈസ് ഓൾവേസ് അച്ചീവിങ് തിങ്സ്. എന്തൊക്കെ എനിക്കതാ, മൈ മോം ആൻഡ് ഡാഡ് ഇസ് മൈ റോൾ മോഡൽ. എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ബിക്കോസ് രണ്ടുപേർക്കും ഒട്ടും വയ്യാനിച്ച് പോലും അവർ ചെയ്തത്രയൊന്നും എനിക്ക് സ്വന്തമായിട്ട് പറ്റില്ല. എനിക്ക് അറിയാവുന്നവർക്കും ആർക്കും പറ്റില്ലെന്ന് എനിക്കറിയാൻ പേഴ്സണലി. ബിക്കോസ് ആസ് ഐ സെഡ് ദേ ഹാഡ് ലൈക്ക് ടെർമിനൽ ഇൽനെസ്. ഇറ്റ്സ് നോട്ട് ഈസി. നമുക്ക് പനിയും ചുമയും വരുന്ന പോലെ അസുഖങ്ങളായിരുന്നില്ല. എന്നിട്ടും അവർ ജോലിക്ക് പോകും, കഷ്ടപ്പെടും. ഇത് രണ്ടും അല്ലാതെ ഇവർ രണ്ടുപേരും പാലിയേറ്റീവ് കെയറിൽ, അച്ഛൻ പ്രസിഡൻ്റൊക്കെയാണ്. അവർ വയ്യാത്ത അമ്മമാരെ പോയി ക്ലീൻ ചെയ്യും, അവരെ കുളിപ്പിക്കും, അവരെ ശുശ്രൂഷിക്കും. ലൈക്ക് ചില സ്ഥലത്ത് പോകുമ്പോൾ മക്കൾ അമ്മമാരെ നോക്കാതിച്ച് ലൈക്ക് ബോഡിയിൽ ബെഡ് സോഴ്സ് വന്ന് ഈവൻ പുഴുക്കൾ വരെ വരുന്ന അവസ്ഥ അച്ഛൻ കാണിട്ടുണ്ട്. സോ അച്ഛൻ ന്യൂസ് പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട്. ഐ ഡോണ്ട് നോ, ഗെറ്റ് റെഡി വിത്ത് മീ. ഞാൻ കുളമാക്കുന്നില്ല. ഇപ്പോൾ ഇട്ട മേക്കപ്പിനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ഫേസ് സ്കാനറയുടെ കോമ്പാക്ട് പൗഡർ ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ കുറേ നാളായി എൻ്റെ കയ്യിലുള്ളതാണ്, അതുകൊണ്ട് ഇതിൻ്റെ പേര് വരെ പോയി. പക്ഷേ ഇറ്റ്സ് ഗുഡ് വൺ. കാരണം ഇതിൽ സൺ പ്രൊട്ടക്ഷനും വൈറ്റമിൻ ഇ ഒക്കെ ഉണ്ട്. എനിക്ക് ഇത് ഇട്ടിട്ട് ലൈക്ക് നല്ലൊരു ഫിനിഷ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഫോർ മൈ സ്കിൻ ഓയിലൊക്കെ പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഒരു മാറ്റായിട്ട്, എനിക്ക് മാറ്റായിട്ട് ഇഷ്ടം. കാരണം മൈ സ്കിൻ ഇസ് എ കോമ്പിനേഷൻ സ്കിൻ. കുറേ ഓയിൽ വരും. ഐ ട്രൈ ടു ഡു മാക്സിമം ലൈറ്റ് മേക്കപ്പ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. കാരണം രാത്രി കുളിക്കണമെന്ന് എനിക്കില്ല. നല്ല ചൂടുണ്ട് ഗൈസ്, നല്ല ചൂടുണ്ട്. നിങ്ങളുടെ അവിടെ ചൂടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഒട്ടും സഹിക്കാനേ പറ്റുന്നില്ല, അത്രയ്ക്ക് ചൂട്. എൻ്റെ ലാസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ബ്ലഷ് ഇടാൻ പറഞ്ഞു. ബ്ലഷ് അതുകൊണ്ട് ഞാൻ ബ്ലഷ് കൊടുക്കുന്നു. ഐ ഫെൽറ്റ് ലൈക്ക് ഇപ്പം നമ്മൾ ഒരു മേക്കപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ പോലും ബ്ലഷ് ഇടുമ്പോൾ എന്തോ ഒരു ഭംഗി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇൻസൈറ്റ്സിൻ്റെ ഒരു ബ്ലഷാണ്. ഇത് ഭയങ്കര ചീപ്പാട്ടോ. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് 80 സംതിങ് റുപ്പീസ്. പിന്നെ നമുക്ക് ഈ ഐ ഷാഡോ പാലറ്റും നിങ്ങൾക്ക് ബിഗിനേഴ്സ് ആണെങ്കിൽ ഇതൊക്കെ ഭയങ്കര നല്ലതാണ്. ഇറ്റ്സ് സ്വിസ് ബ്യൂട്ടി അൾട്ടിമേറ്റ് ഐ ഷാഡോ പാലറ്റ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു 200 സംതിങ് ഉള്ളൂ. ഞാൻ ഈ ഒരു പിങ്ക് ടോൺസ് കൂടുതലല്ല എടുത്തേക്കണം. ബിക്കോസ് ഐ ലവ് പിങ്ക് കളേഴ്സ്. സോ സ്റ്റാർട്ടിങ് ആ ഒരു നോർമൽ ഒരു ന്യൂഡ് പോലത്തെ ഒരു കളർ എടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാം കൈ വെച്ചാട്ട് ചെയ്യണം. ആദ്യം ഞാൻ കോമ്പാക്ട് പൗഡർ മാത്രമാണ്. നേരത്തെ ഞാൻ ബ്രഷൊക്കെ ഉപയോഗിക്കുന്നു. ഇപ്പം അങ്ങനെ മേക്കപ്പ് ഒന്നും ലൈക്ക് വല്ലപ്പോഴും ഇടുന്ന സാധനം. കാരണം എനിക്ക് എൻ്റെ മുഖത്ത് ഇപ്പോൾ എന്തൊരു കോൺഫിഡൻസ്. പണ്ട് എനിക്ക് അങ്ങനെ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നു. ഐ തോട്ട് ഐ വാസ് ugly. I'm not saying I'm beautiful and all, പക്ഷേ I think for me I look good. And for the people I love or loves me, I look good. I guess so. ഞാൻ കുളമാക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾക്ക് നമ്മൾ ഒരു ഭംഗി തോന്നി പിന്നെ ബാക്കിയുള്ളവരെന്താ പറയുന്നത് ഡസൻറ്റ് മാറ്റർ.
സിമ്പിൾ. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐലൈനറാണ് മേബിളിൻ്റെ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതിൻ്റെ വോണ്ട് ഭയങ്കര ഒരു സ്മോൾ വോണ്ടാണ്. സോ നമുക്ക് ഈ ക്യാറ്റ് ഐസ് ഒക്കെ എഴുതാൻ ഭയങ്കര എളുപ്പമാണ്. എൻ്റെ കണ്ണിന് എനിക്കറിയില്ല, മൈ ഐസ് ആർ വെരി സ്മോൾ. ഞാൻ ശരിക്കും എൻ്റെ കണ്ണ് കാണാറില്ല. അപ്പം എനിക്ക് കണ്ണ് എഴുതുന്നത് ഭയങ്കര ഇഷ്ടമാണ്. മേളിൽ മാത്രമേ എഴുതുള്ളൂ, താഴെ എഴുതാറില്ല. സോ ദിസ് ഇസ് മൈ ഫേവറേറ്റ് വൺ. ഞാൻ നോക്കട്ടെ, എനിക്കിങ്ങനെ ക്യാമറ നോക്കി എഴുതി അങ്ങനെ അത്ര ശീലമില്ല. എന്നാലും ഞാൻ കണ്ണെഴുതിയിട്ട് വരാം. അപ്പം ഞാൻ കണ്ണെഴുതി. ഇനി നമുക്ക് മസ്കാര. സോ ഇതും മേബിളിൻ്റെ തന്നെയാണ്, ഹൈപ്പർ കേൾഡ് വെച്ച്. എനിക്ക് ആക്ച്വലി ഇതിൻ്റെ വാട്ടർ പ്രൂഫ് അല്ലാത്തതാണ് ഇഷ്ടം. ദിസ് ഇസ് വാട്ടർ പ്രൂഫ്. കാരണം ഇത് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദ യെല്ലോ വണ്ണാണ് എനിക്കിഷ്ടം. പക്ഷെ ഇത് മേടിച്ചു പോയി. സോ ഉപയോഗിക്കാം. നിങ്ങൾക്ക് പറ്റാറുണ്ട് ഐലൈനർ ഇടുമ്പോൾ വായ തുറന്നുകൊണ്ട്? എനിക്ക് പലപ്പോഴും പറ്റാറുണ്ട്. പക്ഷെ ഞാൻ പെട്ടെന്ന് നോട്ടീസ് ചെയ്ത് വായ അടക്കും. ബിക്കോസ് ഐ തിങ്ക് ഇറ്റ് ലുക്സ് വെരി ക്യൂട്ട്. ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് ഡൺ. അയ്യോ, ഐബ്രോസ് ചെയ്താൽ മറന്നുപോയി. ഞാൻ വേഗം ലിപ്സ്റ്റിക് ഇടാൻ പോയതാണ്. ഐബ്രോസ്. സോ ഇത് ഞാൻ ബ്ലൂ ഹെവൻ്റെ ഒരു പുതിയ മേടിച്ചതാണ്. ഇറ്റ് വാസ് എ ബെസ്റ്റ് സെല്ലർ. എനിക്ക് ആക്ച്വലി ഇഷ്ടമായിട്ടോ. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഒരു കോംബ് ഉണ്ട്. സോ വി ജസ്റ്റ് കോംബ്. ആൻഡ് ഇതാണ് നമ്മുടെ ഐബ്രോ പെൻസിൽ. ഇത് ഇച്ചിരി എന്താ ക്രീമിയാണ്. അപ്പോൾ നമ്മൾ അധികം ഫോഴ്സിലിട്ട് ഒരിച്ചാൽ നമ്മുടെ ഐബ്രോസ് കുറച്ച് പോകും. എൻ്റെ മിക്കപ്പോഴും പോകാറുണ്ട്. പക്ഷേ കൊള്ളാട്ടോ, എന്നെ പോലെ ഐബ്രോസ് ഇല്ലാത്തവർക്ക് നല്ലതായിരിക്കും. നല്ല ഐബ്രോസ് ഉള്ളവർക്ക് ഫിൽ ചെയ്യാനിത് നല്ലതായിരിക്കും. കാരണം ഒരു നാച്ചുറൽ ലുക്ക് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം, വിച്ച് ഇസ് ലിപ്സ്റ്റിക്. സോ ഞാൻ ഒരു നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ ചെറി ബ്രൗൺ എന്ന് പറഞ്ഞ ലിപ് ലൈനറാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല അഫോർഡബിൾ ആണ് കേട്ടോ. അതുമാത്രമല്ല നല്ല കുറേ ഷെയ്ഡ്സ് ഉണ്ട്. ഞാൻ ലിപ്സ്റ്റിക് ഇച്ചിരി ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ, ഒരു ന്യൂഡ്. ഇതിൻ്റെ പൊക്കത്ത് ഐ എം പ്ലാനിങ് ടു വെയർ ദിസ് ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക്കാണ്. ഞാൻ അത്ര എക്സ്പെൻസീവ് സാധനങ്ങളൊന്നും മേടിക്കാറില്ല. കാരണം എവറി ഡേ മേക്കപ്പ് ഇടുന്ന ആളല്ല. ആകെ ഫൗണ്ടേഷൻ എൻ്റെ ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, പക്ഷെ അത്ര എക്സ്പെൻസീവ് അല്ല. I think it's done. നമുക്ക് മുടി കെട്ടാം. One second. എൻ്റെ ഈ കയ്യിലിട്ട് മേക്കപ്പ്. സോ മുടി ഞാൻ ജസ്റ്റ് എൻ്റെ ഇപ്പോഴത്തെ ഹെയർ സ്റ്റൈൽ ഇസ് നത്തിങ്. വെറുതെ ഈരിട്ട് അയച്ചിടുക. എൻ്റെ മുടി ഇച്ചിരി വളർന്നിട്ടുണ്ട്, വിച്ച് ഇസ് ഐ എം ഹാപ്പി. പക്ഷേ നെക്സ്റ്റ് മന്ത് ഞാൻ ചിലപ്പോൾ കുറച്ച് വെട്ടും. കാരണം എൻസ് തിന്നാവാൻ തുടങ്ങി. സോ ഐ ഹോപ്പ് ദിസ് ഇസ് സിമ്പിൾ ലുക്ക്. അതേ സിമ്പിൾ അല്ല, നല്ല മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഐ വാസ് ഹോപ്പിംഗ് ഫോർ എ സിമ്പിൾ ലുക്ക്. പക്ഷെ എനിക്ക് ഇപ്പോൾ തന്നെ വേർക്കുന്നുണ്ട്. അപ്പോൾ പുറത്ത് പോയിട്ടുള്ള കാര്യം സംശയിക്കാൻ വേണ്ട, വേർത്ത് കുളിച്ച് കഴിക്കും തിരിച്ചു വരുന്നത്. സോ ഐ ഹോപ്പ് യു ഗൈസ് ലവ് ദിസ് ലുക്ക്. ഇന്ന് നമുക്ക് പുറത്ത് പോയിട്ട് കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കണം. എൻ്റെ പാവം ഭർത്താവ് എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സോ ലെറ്റ്സ് ഗോ. ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ അവസ്ഥ നിങ്ങൾ നോക്കൂ. ആൻഡ് മൈ ഹസ്ബൻഡ്. താങ്ക് യു ബേബി. നമ്മൾ ഫോട്ടോസ് എടുത്ത് എല്ലാവരും വന്ന് ചിരിച്ചൊക്കെ പോകണ്ടായിരുന്നു. ഇറ്റ് വാസ് ഫണി. പക്ഷേ നല്ല അടിപൊളി ഫോട്ടോസ് ഇട്ടിട്ട് ആക്ച്വലി. കാരണം ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഇടവീട്. ലൈക്ക് ദിസ് ഇസ് ദി എൻഡ് ഓർ ദിസ് ഇസ് ദി ബിഗിനിങ്. ഇതുണ്ടോ, അവിടെയാണ് നമ്മുടെ കാസ കിച്ചനൊക്കെ ഉള്ളത്. പിന്നെ ഈ ബാക്കിൽ ഇവിടെ തന്നെ കുറേ സ്പോട്ട്സ് ഉണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങിയാൽ മതി, നല്ല നല്ല ഫോട്ടോ സ്പോട്ട്സ് ഉണ്ട്. ഫോട്ടോസൊക്കെ കിട്ടി. വെറും 15 മിനിറ്റ് കൊണ്ട് കിട്ടി. 15 മിനിറ്റ് എടുത്തോ ബേബി? എടുത്തോ? ഐ ഡോണ്ട് നോ. 15 മിനിറ്റ് പോലും എടുത്തില്ലെന്നോ. ഞാൻ വെറുതെ ഒരു ഫണ്ണിന് വേണ്ടിയാട്ടോ. ചെറുപ്പത്തിലെ ഐ മീൻ നേരത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നില്ലേ ഫോട്ടോ എടുക്കാൻ. ഐ യൂസ് ടു ഓൾവേസ് ടേക്ക് പിക്ചേഴ്സ്. റെഡി ആവുന്നൊക്കെ ഇഷ്ടമാണ്. ഇപ്പോൾ കുറേ നാളെ എനിക്ക് എന്തോ ഒരു ഹാപ്പിനെസ് ഉണ്ട്. കൊള്ളാം, നല്ല ഭംഗിയായിട്ടുണ്ട്. ഞാൻ തിരിച്ചു വന്നു.
ഞാൻ മുഖത്തെ മേക്കപ്പ് മൊത്തം മാറ്റി, ലിപ്സ്റ്റിക് ആൻഡ് ഐ മേക്കപ്പ് മാത്രം മാറ്റിയില്ല. ബിക്കോസ് നമ്മളിപ്പോൾ ഏത്തറിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് മേടിക്കാനുണ്ടായിരുന്നു ഒട്ടിക്കാൻ വേണ്ടി. കടയൊന്നും ഉണ്ടോയെന്ന് ഉറപ്പൊന്നുമില്ല, ബിക്കോസ് വിഷുവാണ്, സൺഡേയുമാണ്. പക്ഷെ മേക്കപ്പൊക്കെ മാറ്റിയപ്പോഴാണ് മുഖത്തിനൊരു സമാധാനം കിട്ടിയത്. ഞാൻ എന്തായാലും വേഗം പോയിട്ട് വരാം. അത് കഴിഞ്ഞ് രാത്രി വി ആർ പ്ലാനിങ് ടു ഗോ ടു മമ്മയുടെ വീട്ടിൽ. അവിടെ ആഗ്നസിന് എല്ലാവരെയായിട്ട് കമ്പിത്തിരിയൊക്കെ കത്തിക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. സോ ഞാൻ പോയിട്ട് വരാം. പക്ഷേ ഒരു കടയിൽ വന്നിട്ടില്ല. അവസാനം ഞങ്ങൾ കോളേജിന്റെ സമയത്ത് വരുന്നൊരു കടയാണ് അശോക് ഭവനെ മറന്നു കേട്ടോ. SHന്റെ ക്യാൻറ്റീനിൽ ഞാൻ ഒരു ദിവസം കൊണ്ടുപോയില്ലേ, എനിക്ക് വയ്യാണ്ടായത്. ചില സമയത്ത് നല്ലായിരുന്നു അന്ന്, പക്ഷെ പോയപ്പോൾ എന്താ പറ്റിയെന്ന് അറിയില്ല, ഭയങ്കര മോശമായിരുന്നു. പൊറോട്ട എന്താ വെച്ചിട്ട് വയറ്. എനിക്ക് ചൂടെടുത്തിട്ട് സഹിക്കാൻ പറ്റില്ല. ഒന്നാമത് കോൾഡ് ഉണ്ട്, അതാണ് ഭയങ്കര അൺകംഫർട്ടബിൾ ഫീൽ. രണ്ടുപേർക്കും നല്ല ചൂട് ചായ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വട കഴിക്കുകയാണ്. വട. ഹായ് ഗായ്സ്, നമ്മുടെ ഫേമസ് യൂട്യൂബർ ആഗ്നസ് ഇസ് ഹിയർ. എനിക്ക് ഒട്ടും വയ്യ, റോഹനും ഒട്ടും വയ്യ. സോ നമ്മൾ കമ്പിത്തിരി ഒന്നും മേടിക്കാൻ പറ്റില്ല. ഇവിടെ ഒരു പെട്ടി ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വരാമെന്ന് പറഞ്ഞു മമ്മയോടൊക്കെ. വന്നു, ഞാൻ കുറച്ച് വിഷു കഴിഞ്ഞിട്ടൊക്കെ എല്ലാവർക്കും കൊടുത്തു. ഐ എം സോ പ്രൗഡ്. എനിക്കും കിട്ടിയിട്ട് വിഷു കഴിഞ്ഞിട്ടും. എനിക്ക് റോഹനും അമ്മുമ്മ തന്നു, മമ്മി അച്ഛനും തന്നു, മമ്മി തന്നു. അപ്പം എനിക്ക് കിട്ടിയ കാശ് തന്നെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഹായ് ആഗ്നസ്, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എനിക്ക് ഒരു പേടിയില്ല, ആഗ്നസിന് ഭയങ്കര പേടിയാണ്. സോ നമ്മളപ്പോ പെട്ടെന്ന് പോകുന്നു. കാരണം ഒട്ടും വയ്യ. ഇത് നാളെ ജോലിയും ഉണ്ട്. ആൻമരയ്ക്ക് നാളെ എക്സാം ആണ്. എന്നിട്ട് ഇങ്ങനെ പഠിക്കാൻ നടക്കണിയ. +2 എക്സാം അല്ലേ? ഓ മൈ ഗോഡ്, കിഡ്സ് ദീസ് ഡേയ്സ്. എവിടെ റോഹൻ ചേട്ടൻ എങ്ങനെയുണ്ട്? വയ്യല്ല. റോഹൻ ചേട്ടനും നാളെ ചേച്ചിക്കും വയ്യ. വാ സ്റ്റീഫൻ, കമോണ്ടാ. ഇവര് ചേട്ടൻ കൊള്ള ഒച്ചക്ക് കത്തികൾ ഞങ്ങളെ ഒന്നും വിളിച്ചില്ല. എനിക്ക് തരാം. ഞാൻ വരാം കത്തിക്കാൻ. എവിടെ മാളിച്ചിട്ടുണ്ട്. എല്ലാരും മേത്തോട്ടൊക്കെ എനിക്കൊന്ന് മമ്മിയൊന്ന് വീഡിയോ എടുത്തേരും. ഞാനും പോയിക്കോട്ടെ. ജസ്റ്റ് പിടിച്ചാ മതി.
വീട്ടിൽ നമുക്ക് സ്പെഷ്യലായിട്ട് പൊറോട്ട, ചില്ലി ചിക്കൻ ആൻഡ് ബീഫ് ഫ്രൈ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഓരോ പൊറോട്ട കഴിക്കണുള്ളൂ, കാരണം വീട്ടിൽ മമ്മി പോർക്ക് എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം മമ്മിക്ക് കഴിക്കാൻ പറഞ്ഞതുകൊണ്ട് ഇവിടുത്തെ ഒരു പൊറോട്ടയും വീട്ടിൽ പോയി ഒരു ബ്രെഡും കഴിക്കാനാണ് വിചാരിക്കുന്നത്. Oh my God, look at this beef. Beef is beef in ചില്ലി ചിക്കനും ഉണ്ട്. Yes. മാണിക്യ ചിറകുള്ള വായാടി പക്ഷിക്കൂട്ടം. What is the rest? Even I don't know, Agu baby. കുഴപ്പമില്ല. ഓഹോ കണ്ടു തൊട്ട് പാട്. ഓഹോ അത് തൊട്ട് പാട്.